ഹലോ, വോളിയം എന്ന ഈ ഒരു യൂണിറ്റിലെ നെക്സ്റ്റ് സെക്ഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് കേട്ടോ ഇത് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ദ ഇന്നർ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ടാങ്ക് ആർ 80 centimeters, 60 centimeters ആൻഡ് 50 centimeter. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും 80 centimeter, 60 ആണ്, 15 centimeter ആണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് വാട്ടർ 50 centimeter ഹൈ. ഇതിൽ 50 centimeterൽ വാട്ടർ ഉയരാണ്. ഓക്കെ, ഈ 50 centimeter ഹൈറ്റിൽ നമുക്കിപ്പം വാട്ടർ കിടപ്പുണ്ട്. ഇനി ഈ വാട്ടർ ഈ ഒരു ബോക്സിൽ അല്ലെങ്കിൽ ഈ ഒരു കണ്ടെയ്നറിൽ ഫുള്ളാവാൻ വേണ്ടിയിട്ട് എത്ര വാട്ടർ നമുക്ക് വേണം എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഇപ്പം നമുക്ക് എന്താ തന്നത്, ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 80 centimeter ആണ്. ബ്രെഡ്ത്ത് 60 centimeter ആണ്. ആൻഡ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഉയരം എന്ന് പറയുന്നത് 15 centimeter ആണ്. ഇനി ഇപ്പോൾ ഇതിൽ 15 centimeter ഉയരത്തിലാണ് വെള്ളം നിൽക്കുന്നത്. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ഹൈറ്റ് 15 അല്ല വേണ്ടത്, 50 വേണ്ടത് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കൊണ്ട് എന്താ കാര്യം, അവിടെ 15 ആണെങ്കിൽ അല്ലേ 50 കേട്ടോ. അപ്പോൾ ഹൈറ്റ് 50. ഇങ്ങനെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ തന്നിട്ട് ഇതിൽ 15 centimeter ഉയരത്തിൽ ഇപ്പോൾ വെള്ളം നിൽപ്പുണ്ട്. 15 centimeter ഉയരത്തിൽ വെള്ളം നിൽപ്പുണ്ട്. ഇനി ഇത് ഫില്ലാവാൻ, ഇത് മുഴുവനാവാൻ എത്ര ലിറ്റർ വെള്ളം വേണം? ഇനി ഇവിടുന്ന് ഇങ്ങോട്ടെത്താൻ എത്ര ലിറ്റർ വെള്ളം വേണമെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് കാണാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഈ നിറയാനുള്ള ഭാഗത്തിൻ്റെ വോളിയം കാണണം. ഇതിൽ ഹൈറ്റ് ഇവിടുന്ന് ഇവിടെ വരെ 50. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ നോക്ക് 15 ആണ്. അപ്പോൾ ഈ ബാക്കിയുള്ള ഈ നിറയാനുള്ള പോർഷൻ്റെ ഹൈറ്റ് എത്രയാണ്? ഇത് മുഴുവനായിട്ടും 50. ഇവിടുന്ന് ഇവിടെ വരെ 15. ഇവിടേക്ക് 15. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഈ 15 പോയതല്ലേ. അതായത് നമുക്ക് വേണ്ട സാധനത്തിൻ്റെ ബാക്കിയുള്ളതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 - 15 ആണ്. 50 - 15 എന്ന് പറയുന്നത് 35 അല്ലേ, 35 ആണ്. ഇതിൻ്റെ ലെങ്ത്തിന് മാറ്റമില്ല, അതുപോലെ ബ്രെഡ്ത്തിന് മാറ്റം ഉണ്ടാവില്ല. ലെങ്ത്ത് L 80, ബ്രെഡ്ത്ത് B 60. ഓക്കെ, ഹൈറ്റ് 35. ഇനി ഇതിൻ്റെ വോളിയം അല്ലെങ്കിൽ നിങ്ങൾ കപ്പാസിറ്റി കാണാം. കപ്പാസിറ്റിയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. സോറി, വോളിയം അല്ലെങ്കിൽ കപ്പാസിറ്റി. വോളിയം കപ്പാസിറ്റി ഈക്വൽ അല്ല കേട്ടോ. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള അളവാണ്. കപ്പാസിറ്റി ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. 80 × 60 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഇവിടെയുള്ള ഹൈറ്റ്, ഈ ഒരു ഭാഗത്തിൻ്റെ ഹൈറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ, 35 എന്ന്. 35 എന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടാം? 1600, 800 ഒരു 0 കൂടെ. ഓക്കെ, ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസറും. ഇത്രയ്ക്കും ക്യൂബിക് സെൻറ്റിമീറ്റർ നമുക്ക് എന്തുണ്ട്, വോളിയം അല്ലെങ്കിൽ കപ്പാസിറ്റി ഉണ്ട്. ഇനി അത് എത്ര ലിറ്റർ ആണെന്ന് നമുക്കറിയണം. അതായത് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇനി നിറയാൻ ഇനി എത്ര ലിറ്റർ വെള്ളം വേണമെന്നാണ്. അതിലാകെ കൂടെ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നല്ല, നിറയാൻ വേണ്ടിയിട്ട്. അതായത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇപ്പം കിട്ടിയ ആൻസർ, ഇത് എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് കാണാൻ വാട്ടർ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, കിട്ടിയ വോളിയത്തിനെ 1000 കൊണ്ട് ഹരിക്കണം അല്ലേ.
1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ഘന സെൻറ്റിമീറ്റർ അല്ലേനെയോ. അപ്പോൾ എന്താ പറയുക, അതിൽ എത്ര ലിറ്റർ ഉണ്ടെന്ന് അറിയാൻ എത്ര ഘന സെൻറ്റിമീറ്റർ ഉണ്ടോ അതിന് 1000 കൊണ്ട് ഹരിച്ചാൽ പോരെ. അങ്ങനെ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 168 എന്നാണ്. അപ്പോൾ 168 ലിറ്റർ വെള്ളം ഈ ടാങ്കിൽ കൊള്ളും എന്നാണ് ഇതിൽ പറയുന്നത്. നോക്കാം. ഒരു പഞ്ചായത്തിൽ ഒരു കുളം നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടോ. ആ കുളം അല്ലെങ്കിൽ ആ ഒരു പോണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ ഈ നീളം ഉണ്ടല്ലോ, ഈ ലെങ്ത്ത്, ആ ലെങ്ത്ത് എത്രയാണ്? 20 മീറ്റർ എന്നും അതിൻ്റെ വീതിയായിട്ടുള്ള ഈ ഒരു ബ്രെഡ്ത്ത് ഉണ്ടല്ലോ അത് 15 മീറ്റർ എന്നും, അതുപോലെ അതിൻ്റെ ആഴം 2 മീറ്റർ ആണ് വേണ്ടത് എന്നാണ് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ കുളം നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ഇവിടെ നിന്ന് നമ്മൾ കുഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറേ മണ്ണ് നമ്മൾ ഒഴിവാക്കണ്ടേ. ഈ മണ്ണുകളെല്ലാം നമ്മൾ ഇടുന്നത് 3 മീറ്റർ നീളവും 2 മീറ്റർ വീതിയും അതുപോലെ 1 മീറ്റർ ഉയരവും മാത്രം ഉള്ള ഒരു ലോറിയുടെ കൊട്ടയിലേക്കാണ് ഇടുന്നത് എങ്കിൽ എത്ര ലോറിയുടെ കൊട്ടകൾ ഇങ്ങനെ വേണമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് കിട്ടാൻ നമ്മൾ ആദ്യം മണ്ണ് ഇതിലേക്ക് ഇടണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മണ്ണ് എടുക്കണ്ടേ. അവിടുന്ന് മണ്ണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് മണ്ണ് എത്രയാണ് എടുക്കുന്നതെന്ന് അറിയണം. അതായത് ഇതിൻ്റെ കപ്പാസിറ്റി കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ കപ്പാസിറ്റി ആയിട്ടോ കാണുന്നത്, കപ്പാസിറ്റി കാണണം. അതിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഉള്ളളവ് എന്ന് പറയുമ്പോൾ നീളവും വീതിയും ഉയരവും കൂടെ ഗുണിക്കണം. 20ഉം 15ഉം 2ഉം കൂടെ ഗുണിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 60ഉം നമുക്ക് 600 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇത് നമ്മൾ കാണുന്നത് ഈ ഒരു ലോറിയുടെ ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ കപ്പാസിറ്റി എത്രയെന്ന് കാണണം. ലോറി കപ്പാസിറ്റി, ലോറിയുടെ ഉള്ളളവ് എത്രയാണ് കാണുക. ലോറിയുടെ ഉള്ളളവ് എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമല്ലേ. 3 × 2 × 1 അല്ലേ. അപ്പോൾ നമുക്ക് 6 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇനി നമ്മളോടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ എത്ര ലോറികൾ ഇത് ഒരു മണ്ണെടുക്കാൻ വേണമെന്നാണ്. നമ്പർ ഓഫ് ലോറീസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രക്സ് എത്ര നമ്പർ വേണം അതറിയാൻ നമ്മൾ ഈ 600 ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ എത്ര ഇതുപോലെയുള്ള ലോറികൾ പോകുമെന്ന് നോക്കിയാൽ മതി. അടുക്കി വെക്കുകയാണെങ്കിൽ എത്ര ലോറികൾ അതിൽ ഉൾക്കൊള്ളും നോക്കുക. അതായത് ഇതിൻ്റെ കപ്പാസിറ്റിനെ കൊണ്ട് ഇതിൻ്റെ കപ്പാസിറ്റി ഡിവൈഡ് ചെയ്താൽ മതി. നമ്മൾ 600 / 6 ചെയ്യും. അപ്പോൾ നമുക്ക് 100 എന്ന ആൻസർ കിട്ടൂലേ. ഈ 100 ട്രക്സ് നമുക്ക് എന്തിന് വേണം? 100 ട്രക്സ് അല്ലെങ്കിൽ 100 വട്ടം ആ ഒരു ട്രക്ക് മണ്ണ് നിറച്ച് പോയാൽ മാത്രമേ ഇവിടെ ഇങ്ങനെ ഒരു കുഴി നമുക്ക് കുഴിക്കാൻ കഴിയുള്ളൂ. അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നറിയോ, ഒരു അക്വേറിയം ഉണ്ട് കേട്ടോ. ഇതാണ് അക്വേറിയത്തിൻ്റെ പുറത്തുനിന്ന് കണ്ടാലുള്ള രൂപം വിചാരിക്കും. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ അതിൻ്റെ ബ്രെഡ്ത്ത് 30 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് എത്രയും നമുക്ക് തന്നിട്ടില്ല, ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ എത്രയോ വെള്ളം ഉണ്ടായിക്കൊണ്ട് ഇവിടെ ഹാഫ് ഓഫ് ദ വാട്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട. എന്നിട്ട് ഇതിലേക്ക് നമ്മളൊരു കല്ല് ഇറക്കി വെക്കുമ്പോൾ ഇതിലേക്കൊരു കല്ലിങ്ങനെ ഇറക്കി വെക്കുമ്പോൾ ആ ഒരു കല്ലിന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം വേണം അല്ലേ. അപ്പോൾ ആ കല്ല് ഇതിലിങ്ങനെ താന്ന് വരുമ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ ആ കല്ലിൻ്റെ സ്ഥലത്തുള്ള വെള്ളം ഇങ്ങനെ പൊന്തി വരൂലേ. അങ്ങനെ നമുക്ക് എന്ത് മനസ്സിലായി? 10 സെൻറ്റിമീറ്റർ വെള്ളം പൊങ്ങി. എത്ര സെൻറ്റിമീറ്റർ വെള്ളം പൊങ്ങി? 10 സെൻറ്റിമീറ്റർ വെള്ളം പൊങ്ങി. അങ്ങനെയാണെങ്കിൽ കല്ലിൻ്റെ വോളിയം എത്രയാണെന്ന് ചോദിച്ചിട്ട്
10 സെൻറ്റിമീറ്റർ വെള്ളം പൊങ്ങിയെന്ന് പറയുമ്പോൾ കല്ല് കുറച്ച് വലിയ കല്ലായിരിക്കും. ഓക്കെ, തുളിപ്പുള്ള കല്ലായിരിക്കും അവർ ഇതിനുള്ളിൽ കിട്ടുക. അപ്പം കല്ല് കുറച്ച് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ കല്ലിൻ്റെ സ്ഥാനത്തുള്ള വെള്ളങ്ങളാണ് ഈ 10 സെൻറ്റിമീറ്റർ പൊങ്ങിയത്. ഈ പൊങ്ങിയതിൻ്റെ ഇവിടെ ഹൈറ്റ് 10 നീളം എന്ന് പറയുന്നത് 30, ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 60 അല്ലേ. അപ്പോൾ ഇതിൻ്റെ വോളിയം കാണാൻ നമ്മൾ 10 × 30 × 60 ചെയ്യാം. കപ്പാസിറ്റി അല്ലെങ്കിൽ വോളിയം, കപ്പാസിറ്റി അല്ലെങ്കിൽ ഇവിടെ വോളിയം, ഇവിടെ രണ്ടും ഈക്വലാണ് കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 10 × 30 × 60 ചെയ്യണം. which is equal to 180 1 2 3. അപ്പോൾ ഇത്രയ്ക്ക് നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ സെൻറ്റിമീറ്റർ ക്യൂബ് ഇത് കിട്ടും. ഇനി ഇത് ഇത്രയായിരിക്കും ആ ഒരു കല്ലിൻ്റെ ഇതില്ല കേട്ടോ, ആയിരിക്കും ആ ഒരു കല്ലിട്ടപ്പോൾ കല്ലിൻ്റെ വ്യാപ്തം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ കല്ലിൻ്റെ വ്യാപ്തം എത്രയാണെന്ന് കിട്ടിയില്ലേ? ഇത്രയ്ക്ക് വെള്ളം ഇവിടെ പൊങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ മീനിങ് ഇത് ഇത്രയ്ക്ക് ലിറ്ററാണ് എന്നല്ല. ഓക്കെ, കാരണം 10 ലിറ്റർ വെള്ളമാണ് പൊങ്ങിയത് എന്ന് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ഈ ഒരു കല്ലിൻ്റെ വോളിയം ആണ് ഇത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.